ഹായ് ഫ്രണ്ട്സ്, സോണി നോ ടിപ്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സാംസങ്ങിൻ്റെ ഒരു 43 ഇഞ്ച് ടി വിയാണ്. ഇതുകൊണ്ട് ഇതിനൊറ്റ സ്ക്രൂ ഇല്ലാത്ത ടി വി. ഇതെങ്ങനെ തുറക്കും? എവിടെയെങ്കിലും ഒരു സ്ക്രൂ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണ്. ഒരു സ്ക്രൂ പോലും കാണാനില്ല ഒരിടത്തും. അപ്പോൾ ഈ ടി വി എങ്ങനെ തുറക്കും എന്നുള്ളതാണ് ഒരു വിഷയം. അപ്പം നോക്കി ഫുള്ള് നോക്കി ഒരിടത്തും ഒറ്റ സ്ക്രൂ ഇല്ല. അപ്പം അവസാനം ഞാനിത് തുറക്കുന്ന ചില സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ തുറക്കുന്ന സ്ഥലം നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഇതൊരു നല്ല ആൻഡ്രോയിഡ് ടി വിയാണ്. മെയ്ഡ് ഇൻ വിയറ്റ്നാമാണ് സാധനം. വിയറ്റ്നാമിലുണ്ടാക്കി ഇമ്പോർട്ട് ചെയ്ത് വന്ന ടി വിയാണ്. അപ്പോൾ തുറക്കുന്ന സ്ഥലം ഇതാണ്. അടിഭാഗത്ത് ഒരു ചെറിയ ഹോളുണ്ട്. അവിടെ നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന ടൂൾ വെച്ച് അത് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇത് ഫുൾ ലോക്ക് സിസ്റ്റമാണ്. ലോക്ക് മാത്രം വളരെ ശ്രദ്ധിച്ച് തുറക്കേണ്ട ഒരു ടി വിയാണ്. അപ്പോൾ ഈ ലോക്ക് സിസ്റ്റം നമ്മൾ പതുക്കെ ഓരോ ലോക്ക് എടുത്ത് തുറന്ന് കയറി പോവുകയാണ്. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഈ സെറ്റ് തുറന്നകത്ത് നോക്കിയപ്പോഴാണ് അതിനേക്കാളും ഭയങ്കര രസം. ഈ സെറ്റിൻ്റെ ഒരു സാധനത്തിനും ഒരു സ്ക്രൂ പോലും ഇട്ടിട്ടില്ല. മദർ ബോർഡാണെങ്കിലും പവർ സപ്ലൈ ആണെങ്കിലും സ്പീക്കറാണെങ്കിലും എല്ലാ സാധനവും ലോക്ക് സിസ്റ്റമാണ്. പാനലിൻ്റെ ഫിറ്റിങ്സ് ആണെങ്കിലും ഫ്രണ്ടിലത്തെ പാനൽ ലോക്ക് എല്ലാം ലോക്ക്, ഒരു സ്ക്രൂ പോലും ഇല്ലാത്ത ഒരു ടി വി. അങ്ങനെയും വിയറ്റ്നാംകാരൊരു ടി വി ഉണ്ടാക്കി ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്ത് വന്ന സെറ്റാണ്. സെറ്റ് നല്ല ക്വാളിറ്റിയാണ്. പാനലും വിയറ്റ്നാമാണ്. ഫുൾ മെയ്ഡ് ഇൻ വിയറ്റ്നാം തന്നെയാണ്. അതിൻ്റെ മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റിയാണ്. ഈ ലോക്കൊക്കെ നമ്മൾ എടുക്കുമ്പം ശരിക്കും കറക്റ്റ് അല്ലെങ്കിൽ ഇതെല്ലാം ഒടിഞ്ഞൊക്കെ പോവും. ഇതങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടായില്ല. കറക്റ്റ് ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓരോ ലോക്കായിട്ട് എടുത്ത് കുറച്ച് ടൈം എടുക്കും. വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം അത് ചെയ്യാൻ. അങ്ങനെ ഫുള്ളായിട്ട് ചുറ്റും നടന്ന് ഓരോ ലോക്കും എടുത്ത് ലാസ്റ്റ് ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അകത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണിക്കാം. അകത്തിരിക്കുന്ന ബോർഡുകളെല്ലാം ലോക്ക് സിസ്റ്റത്തിൽ അങ്ങനെ വളരെ അപൂർവമായിട്ടുള്ള ഒരു മോഡലാണിത്. പിന്നെ സ്ക്രൂ ഇല്ലെന്ന് ചോദിച്ചാൽ 2 സ്ക്രൂ ഞാൻ തപ്പി കണ്ടുപിടിച്ചു. ഇതിൻ്റെ ടീകോം ബോർഡിൽ ഒരു 2 സ്ക്രൂ ഇട്ടിട്ടുണ്ട്. ലോക്കാണെങ്കിൽ ലോക്കും ഉണ്ട്, 2 സ്ക്രൂ ഇട്ടിട്ടുണ്ട് പാനിലേക്ക് വരുന്നത്. അതൊരു ഇളക്കം പറ്റണ്ടെന്ന് ഓർത്ത് ചെയ്തതായിരിക്കാം. അങ്ങനെ നമ്മൾ തുറന്ന സാധനം ഒരുവിധം തുറന്നെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തെ സാധനങ്ങൾ കാണിക്കാം. ഇതാണ് സെറ്റ്. ഇതിൻ്റെ മോഡൽ നമ്പർ ഞാനിപ്പോൾ വായിക്കത്തില്ല, എന്നാലും ഞാനിവിടെ മെൻഷൻ ചെയ്യാം. മോഡൽ നമ്പർ ഞാൻ കാണിച്ചേക്കാം. മെയ്ഡ് ഇൻ വിയറ്റ്നാമാണ് സെറ്റ്. ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. മെയ്ഡ് ഇൻ വിയറ്റ്നാമാണ്. ഫുള്ളി ഇമ്പോർട്ടറാണ്. 43 ഇഞ്ച് ആൻഡ്രോയിഡ് ടി വിയാണ്. അപ്പോൾ അതിൻ്റെ സ്പീക്കറാണിത്. ഇതുണ്ടോ, മദർ ബോർഡും ഫുൾ ലോക്ക് സിസ്റ്റമാണ്. ഒറ്റ സ്ക്രൂ പോലും ഇല്ല. മദർ ബോർഡിനും ഇല്ല സ്ക്രൂ, സ്പീക്കറിനും ഇല്ല സ്ക്രൂ. സ്പീക്കർ 4 സ്പീക്കറാണ് ഇതിനകത്തുള്ളത്. 2 ഹോൺ ടൈപ്പ് 2 സ്പീക്കറും പിന്നെ താഴെ ഊഫർ ടൈപ്പ് ബോക്സ് ആയിട്ടുള്ള 2 സ്പീക്കർ. അതുകൊണ്ട് സൗണ്ടൊക്കെ നല്ല ക്വാളിറ്റിയാണ്. ഇതാണ് ടീകോം ബോർഡ്. ആ ടീകോം ബോർഡിൽ കിടക്കുന്ന ഒരു സ്ക്രൂ മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് AC പവർ പ്ലഗ് കുത്തുന്നിടത്ത് പോലും ഒരു സ്ക്രൂ ഇല്ല. അതുവരെ ലോക്ക് സിസ്റ്റത്തിലാണ്. എന്നാണേലും സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. സാധാരണ ഇവരുടെ കെയർവി ടി വിക്ക് മാത്രമേ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് അവരൊരു തൻ്റെ ഇടം തന്നെയാണ്. ഇത്രയും വലിയ ബോർഡുമൊക്കെ ഒരു ചെറിയ ലോക്കയിലിട്ടിരിക്കുന്നു. ഇതിൻ്റെ പിന്നെ ഈ LED കത്തുന്നില്ലെന്നാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ LED നമ്മൾ ചെക്ക് ചെയ്യണം. ചില LED ഒക്കെ കത്തും, പക്ഷേ മുഴുവനായിട്ടും കത്തുന്നില്ല. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചിലതൊക്കെ കത്തുന്നുണ്ട്. അതിൻ്റെ വോൾട്ടേജ് അവിടെ ശ്രദ്ധിച്ച് നമുക്ക് കാണാൻ പറ്റും. മറ്റേത് വോൾട്ടേജ് ഡൗൺ ആകത്തില്ല. പക്ഷേ നമ്മളിത് മാറുമ്പോൾ ഇതിനകത്തെ സ്ട്രിപ്പുകൾ ഫുള്ളായിട്ട് നമ്മൾ മാറണം. എങ്കിൽ മാത്രമേ ഇത് നിലനിൽക്കുകയുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഇതിനകത്തിപ്പം ഒരു സ്ട്രിപ്പോ പോയിട്ടുള്ളൂ, അല്ലെങ്കിൽ 2 സ്ട്രിപ്പോ പോയിട്ടുള്ളെങ്കിലും ഇതിനകത്ത് എത്ര സ്ട്രിപ്പുണ്ട്? 8 സ്ട്രിപ്പാണ് ഇതിനകത്തുള്ളത്. ഈ 8 സ്ട്രിപ്പും നമ്മൾ ഒറിജിനൽ തന്നെ മേടിച്ച് മാറി കറക്റ്റ് വോൾട്ടേജും കറണ്ടും ഉള്ള
ഒറിജിനൽ സാധനം തന്നെ മേടിച്ച് മാറിയില്ലെങ്കിൽ ഇത് ലാസ്റ്റ് ചെയ്യത്തില്ല. വില കുറഞ്ഞൊക്കെ ഇഷ്ടംപോലെ സ്ട്രിപ്പുകളൊക്കെ പലയിടത്തും അവൈലബിൾ ആയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വർക്കാവത്തില്ല. അത് വർക്ക് ചെയ്താൽ തന്നെ തൽക്കാലം വർക്ക് ചെയ്തൊക്കെ എടുത്താൽ തന്നെ അധികം താമസിക്കാതെ തന്നെ ഇത് പോകും. ഒറിജിനൽ സ്ട്രിപ്പിന് ഇച്ചിരി വില വരും, വിലയുള്ള സാധനമാണ്. അപ്പോൾ അത് ഒറിജിനൽ തന്നെ മേടിച്ച് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അഴിച്ച് ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒറിജിനൽ സ്ട്രിപ്പ് തന്നെ മേടിച്ച് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ചെറിയ ലാഭം വലിയ നഷ്ടം ഉണ്ടാക്കും. കാരണം ഈ പാനൽ പൊട്ടാതെ ഇത് ഒന്നാമത് ലോക്ക് സിസ്റ്റം, ഈ ലോക്ക് ഫ്രണ്ടെല്ലാം തുറന്ന് ഒരു ലോക്ക് പോലും പോകാതെ വൃത്തിയായിട്ട് നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മളിത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ പാനലെടുത്ത് മാറ്റുന്ന ലോക്ക് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം നോക്കാം. ഇതാണ്ട് LED ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ചില LED കത്തുന്നുണ്ട്, ചില കത്തുന്നില്ല. LED കംപ്ലൈൻറ്റ് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പായി. അപ്പോൾ നമുക്കിനി ഇത് ബാക്കി ഇതിലേക്ക് കിടക്കാം. ബാക്കി വീഡിയോ നമുക്ക് കാണാം. അപ്പം ഇനി ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്നു അങ്ങനെയുള്ള വീഡിയോസ് നമുക്ക് ഇച്ചിരി ഫാസ്റ്റായിട്ട് ഇട്ടേക്കാം, ഇത്രയും ടൈം ആയതുകൊണ്ട്.
അങ്ങനെ സെറ്റിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് സെറ്റ് നമ്മൾ പാക്ക് ചെയ്തു. എല്ലാ ലോക്കുകളും കൃത്യമായിട്ട് നോക്കിയിട്ടു, പാനലൊക്കെ ഇട്ടു. പിന്നെ തിരക്കായതുകൊണ്ട് വീഡിയോ ഒന്നും ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതുപോലെ സെറ്റുകൾ വർക്കിംഗ് ഇരിക്കുകയാണ്. ഇപ്പോൾ മഴയായപ്പോഴത്തേക്കും ഒത്തിരി കംപ്ലൈൻറ്റുകൾ വന്നിരിക്കുകയാണ്. ഒട്ടും സമയമില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. സെറ്റ് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. കസ്റ്റമർക്ക് ഇന്ന് കൈമാറി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം.